ആ കുഞ്ഞിനെ മറന്നുകൊണ്ട് അവള് പഞ്ചരത്നത്തിൽ നിന്ന് എന്ത് നേടാനാ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ഭർത്താവിനെ അനുസരിക്കണം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും വീട്ടുകാരെയും അനുസരിക്കണം. അല്ലാതെ ആർക്കും അടങ്ങാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മോനെ ശബരി, നീ പോവാണോ? ഇല്ല ഭാനുവമ്മ, ഞാൻ സിറ്റൗട്ടിലിരിക്കാം. സോറി അനുചേച്ചി, കുറെ നാളായിട്ട് ഞാനിത് മനസ്സിലിട്ടുകൊണ്ട് നടക്കാം. ആരോടെങ്കിലും ഇതൊന്ന് പറയണ്ടേ? സാരമില്ല ശബരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ. ഞാൻ ദയോട് സംസാരിച്ചോളാം. ശബരി, മനസ്സ് കൈവിടാതിരുന്നാ മതി. നീയും കൂടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോവാണെന്ന് തോന്നിയാ അച്ഛനാകെ തകർന്നു പോവും. ആ മനുഷ്യനെ ഓർത്തെങ്കിലും നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കും. ഒക്കെ ശരിയാവും. ഞാൻ ഇടപെട്ട് ദയെ നിന്റെ അടുത്ത് എത്തിക്കാം. അച്ഛൻ തൽക്കാലം ഒന്നും അറിയണ്ട. അതുപോരെ ശബരി? അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന എന്റെയും ആഗ്രഹം. അനുചേച്ചി ദയോടൊന്ന് സംസാരിച്ചാ മതി. ആ, നീ എവിടേക്കും പോയില്ലേ? ഇല്ല. സ്റ്റേഷനിൽ പോയിട്ട് എന്തായി അമ്മേ? എന്താവാൻ, ആ തലവേദന അങ്ങ് തീർന്നു. എന്നെ ചതിച്ചവനെ ദൈവം വേണ്ട ശിക്ഷ തന്നെ അങ്ങ് കൊടുത്തു. ഷോപ്പ് വാങ്ങിത്തരാമെന്നും പറഞ്ഞ് പറ്റിച്ച് എന്നെ കുറെ ദിവസം ആശുപത്രി കടത്തിയതല്ലേ. എന്നിട്ട് അവസാനം ചീത്തപ്പേര് മാത്രമായിരുന്നു ബാക്കി. ഇനി ഉടനെയൊന്നും അവന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെൺപുലി ചീറ്റുന്ന പോലെയാ മഞ്ചാടി നിൽക്കുന്നത്. അവക്ക് അത്രയ്ക്കും പകയുണ്ട് അവനോട്. ഈ ജീവൻ രാജ് എവിടെയെന്ന് വിവരം കിട്ടിയോ? ഓ, ഗോകുലൊക്കെ ചേർന്ന് ജീവനെ ഏതോ കണ്ടെയ്നർ ലോറിയിൽ കയറ്റി വിടുന്ന പറയുന്നത്. ആ, അതിലൊക്കെ സത്യമുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. എന്തായാലും പോലീസ് അതൊക്കെ കണ്ടുപിടിക്കും, അതുറപ്പാ. മഞ്ചാടി എന്നിട്ട് എങ്ങോട്ടാ പോയത്? ആ പയ്യന്റെ വീട്ടിലേക്ക് തന്നെ പോയോ? ഇല്ല, അവൾ അവിടെ അച്ഛന്റെ കൂടെ പോയി. അവസാനം ആ ചെറുക്കന്റെ വീട്ടുകാർക്ക് ആരും ഇല്ലാതായി. മകനും പോയി, മകനെ സ്നേഹിച്ച പെണ്ണും പോയി. ഗോകുലിനെ അവന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും നല്ല വക്കീലിനെ ഒക്കെ വെച്ച് കുറച്ചു കഴിയുമ്പോൾ രക്ഷിച്ചെടുക്കുമായിരിക്കും. ആ, അത്രയും ദിവസം അവനകത്ത് കിടക്കുമല്ലോ. ഇത്ര വലിയ ദേഷ്യം തോന്നാൻ ഗോകുലമ്മ അത്ര വലിയ രീതിയിലൊന്നും ചതിച്ചില്ലല്ലോ. അവൻ ചെയ്തു വെച്ച് നോക്കിയാ അമ്മ എത്രയോ പേരെ അതിലും ക്രൂരമായ രീതിയിൽ ചതിച്ചിരിക്കുന്നു. ഞാനോ? ഞാൻ ആരെയാടാ ചതിച്ചേക്കുന്നേ? അമ്മ ആരെയാ ചതിക്കാത്തത്? അനുവടുത്തെ ചതിച്ചില്ലേ? മഞ്ചാടിയെ ചതിച്ചില്ലേ? ഇനി ഞാൻ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ എത്ര എത്ര സംഭവങ്ങളും കാര്യങ്ങളും പറയേണ്ടി വരുമെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാലോ. ഓ, നീയൊന്ന് പറയടാ. എന്തിനാ നിർത്തുന്നേ? പുറത്തുള്ളവരെക്കാൾ ശത്രുക്കൾ എനിക്ക് വീട്ടിനകത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഇതെന്താ വഴക്കിടാനുള്ള പുറപ്പാടാണോ? ഈ ഇന്ദ്രേട്ടൻ അമ്മയ്ക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടിപ്പോ അനുവടുത്തേയും കുഞ്ഞു ഇല്ലാതായില്ലേ? അതേ രീതിയിൽ തന്നെയാ അമ്മ ഇപ്പൊ പ്രതിഭ ഇവിടുന്ന് അകറ്റാൻ നോക്കുന്നത്. രണ്ടു മരുമക്കളെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് അമ്മ എന്താ നേടിയതെന്ന് എനിക്കറിയില്ല. ഓ, അപ്പോ നിന്റെ ഭാര്യ ഇവിടുന്ന് പോയതിന്റെ കുഴപ്പമാ നിനക്കല്ലേ? എന്തിനാ വെറുതെ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നേ? ഞാനാണോ ഇത് തുടങ്ങിയത്? ഞാനാണോടി? അല്ല, സത്യം പ്രതിഭയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? സത്യന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളത്. അപ്പോ ഭാര്യ അടുത്തുണ്ടാവണമെന്ന് സത്യന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പോ അത്ര ആഗ്രഹങ്ങളൊന്നും വേണ്ട. ആദ്യം ഇന്ദ്രൻ വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ടാവട്ടെ, എന്നിട്ട് മതി സത്യന് കുഞ്ഞും കൂടാരോ ഒക്കെ. ഇന്ദ്രേട്ടൻ ഇനിയും വിവാഹം കഴിക്കാനോ? അതെന്താ, അവന് വിവാഹം കഴിക്കണ്ടേ? ഇവിടുന്ന് കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോയവളെ ഓർത്ത് അവൻ ജീവിതകാലം മുഴുവൻ കഴിയണോ? അമ്മേ, അതെ, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ ഞാനിപ്പോ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല.
ഞാൻ പറയുമ്പോ നിനക്കൊക്കെ അങ്ങനെ പലതും തോന്നും. പക്ഷേ സംഭവിക്കുന്നത് ഞാൻ പറയും തന്നെയായിരിക്കും. ഗോകുല് സറണ്ടറായി എല്ലാ കുറ്റവും ഏറ്റെടുത്തുണ്ട്. ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടത് സുശീല. അതിന്റെ അഹങ്കാരം വീണ്ടും ആ സ്ത്രീ കാണിച്ചു തുടങ്ങുമെന്ന് നമുക്കറിയാലോ. ജീവൻ രാജനെ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അങ്കളെ? അവര് എല്ലാ രീതിയിലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. ജീവൻ രാജനെ കണ്ടെത്തിയാൽ മാത്രമല്ലേ ഗോകുലിന്റെ മൊഴി പോലും സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ജീവൻ രാജ് സ്വബോധത്തോടെ മുംബൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസത്തിനിടയിൽ അവിടെ ആരെങ്കിലും ബന്ധപ്പെടേണ്ടതായിരുന്നില്ല ഞങ്ങള്. അങ്ങനെയൊക്കെ ചിന്തിച്ചാ ജീവൻ രാജ് ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ലെന്ന് പോലും സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം അവൻ ആരെയും ബന്ധപ്പെടാൻ പറ്റാത്ത വിധത്തിൽ എവിടെയെങ്കിലും കുരുങ്ങിക്കിടക്കണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനേ തൽക്കാലം നമുക്ക് പറ്റുള്ളൂ. അത് മതി. അവൻ എവിടെയെങ്കിലും ജീവനോടെ ഇരുന്നാ മതി. ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേലും വേണ്ടില്ല. ഈശ്വര, വിനയനെന്താ മോളെയും കൊണ്ട്? എന്താ വിനയ ആർച്ചമോളെ മാത്രം കൊണ്ടുവന്നേ? ഭദ്രമോളെ എവിടെ? വെപ്രാളപ്പെടാതെ അനുപമേ, ഞാനേ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അപ്പൊ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എനിക്കിവിടെ വരാൻ ഒരു അവകാശം ഇല്ലെങ്കിലും ഇവക്കിവിടെ വരാൻ നല്ല അവകാശം ഉണ്ടല്ലോ. നീ മോളെ ഇങ്ങ് താകനിയ. അവള് കരയുന്ന കണ്ടില്ലേ? അവൾക്ക് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും. ഇങ്ങ വിശപ്പും ദാഹമൊക്കെ കാണും. അതിന് മിണ്ടായിരിക്കട്ടെ അവിടെ. വിനയ, കുഞ്ഞിനെ അനുശേഷിച്ച് കയ്യിലേക്ക് കൊടുക്ക്. ആദ്യം കുഞ്ഞിന്റെ കരച്ചിലൊന്ന് മാറട്ടെ. കുഞ്ഞിനെ തരാം, പക്ഷെ ഞാൻ തിരിച്ചു പോകുമ്പം തിരിച്ചിങ്ങോട്ടേക്ക് തന്നേക്കണം. നീ വാങ്ങിച്ചു തരുമോ? അതൊക്കെ തരും. നീ ആദ്യം മോൾ അനുശേഷിയുടെ കയ്യിൽ കൊടുക്ക്. ആർച്ച മോളെ, തൽക്കാലം ആന്റിയുടെ കൂടെ പൊക്കോ.